ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് കേട്ടത്. ഒരെണ്ണം എൻ്റെ ചൂണ്ടയിൽ, ഒരെണ്ണം ഗ്രിപ്പറയിൽ. നമ്മുടെ സാധനം കിടക്കണുണ്ടോ? നമ്മളിതേ രാവിലെ കാസ്റ്റിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഒരു 5-6 ദിവസം മുന്നേ വന്നപ്പം ഒരു 5-8 വരാൽ കിട്ടിയായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയ മഴയുടെ 5-8 12 കിട്ടിയായിരുന്നു. പിന്നെ പണിയില്ലാഞ്ഞപ്പം ഞാൻ നമ്മളെ കൂട്ടുകാരനായിട്ട് വെറുതെ ഇറങ്ങിയത്. അന്നത്തെ പരിപാടി. പക്ഷേ മൊത്തത്തിൽ ചേഞ്ചായിപ്പോയി ഇവിടുത്തെ സ്ഥലം. നേരത്തെ നമുക്ക് അന്ന് ഈ പാടത്തൊന്നും വെള്ളമില്ലായിരുന്നു, ഈ ചാലിലായിരുന്നു അടി മുഴുവൻ. ഇപ്പോൾ ചാലിൽ പായൽ നിറഞ്ഞു. ചിലപ്പോഴേ ട്രാക്ടർ ഇറക്കി അടിച്ചിട. എടാ ഞാനത് ശ്രദ്ധയില്ലാണ്ടായി പോടാ, വലിക്കില്ലായിരുന്നു. അയ്യോടാ, നമുക്ക് ഒരെണ്ണം കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് പറയാം കയറി എന്നുള്ളത്. കാരണം അവിടെ അയ്യോ ഓക്കെ, വന്നു നമ്മുടെ അടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. അമ്പടാ, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് മീൻ കരക്ക് കയറിയേക്കാണ്. നമ്മുടെ കൂട്ടുകക്ഷിയുണ്ട് മജീഷ്. അതല്ലാണ്ടൊരു ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് കേട്ടത്. ഞങ്ങൾ എന്ന് വന്നാലും നമ്മുടെ കൂടെ ഫുൾ ടൈം ജോയിൻ ചെയ്യുന്ന ആളാണ്. ബാ കൈത നീ ഞങ്ങൾ പോണ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കൂടെ വരും. നമുക്ക് ആദ്യമേ മീൻ എൻ്റെ അകത്തിട്ടിട്ട് ഡാടാ അടിച്ചാൽ ശരിയാക്കി ഞാൻ. സഞ്ചിയാണ് കേട്ടോ, നമ്മളിങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ എളുപ്പം. ഒരെണ്ണം കൂടി അടിച്ചിട്ടുണ്ട്. നമുക്കൊരു കുണക്കാട്ട് സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. എടാ ഇത് തന്നെയാണോ? അവിടെ ഒരു ചെറുതാണ് കേട്ടോ, പക്ഷെ അതിൻ്റെ അടി ഭയങ്കര അടി അടിച്ചത്. കുണക്കാട്ട് സാധനമാണ് അല്ലേ? വേണ്ട, നമുക്കിതിനെ റിലീസ് ചെയ്തേക്കാം. രണ്ട് ഫോളായി. പുറകെ മാറ്റാം. ഇവനടിക്കും, പഠിക്കും ഉറപ്പായിട്ട്. അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടി വന്നില്ലേ? നമുക്ക് 2 ഫോളോ കിട്ടി. അപ്പം പിന്നെ അവൻ അടിക്കാതിരിക്കും. അത്യാവശ്യം നല്ല സൈസ് വരാല കാണിച്ചു തരാം. നമ്മുടെ അയ്യടാ, ചാടി പോകല്ലേ കൂട്ടുകാരാ. ഇത് നമ്മുടെ ബ്രാവോടെ നല്ല വരാല കേട്ടോ. അതെ, ഫ്രോഗ് ഇരിക്കണുണ്ടോ? ഫ്രോഗ് എടുത്തേക്കാം.
ചെറുതഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാറ്റാം, ബാഗിലിട്ട് തന്നെ ഇട്ടേക്കാം. ഇങ്ങനെ വെക്കുന്നു, ഇടുന്നു, കീറുന്നു. വേണോടാ, വേണോ? ഫ്രൈ ആക്കിയിട്ട് തരാവേ. നമ്മുടെ സന്തത സഹചാരിയാണ് ഈ അടുത്ത ഏറിന് ഒരെണ്ണം കൂടി അടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ അടിക്കും, പക്ഷെ ഇല്ല, വിട്ടുപോയി. അടിച്ചായിരുന്നു, പക്ഷെ ഹുക്കായില്ല. ഇന്നലെ അടിക്കാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞില്ലേ, അടിപൊളി കിടലം വരാലോ കേട്ടോ. അത്യാവശ്യം സൈസുള്ള സൈസ് വരാലോ. നമ്മുടെ കൂട്ടുകാരൻ കിടന്ന് തുള്ളണം കണ്ട. ചാടി പിടിക്കല്ലേ, ചാടി പിടിച്ചാലേ കുളത്ത് വയറ്റി പോവും. ഇച്ചിരി അങ്ങ് കയറി ചെന്നാ ഓക്കെ. ഉണ്ടാ വെള്ളത്തിൽ അടിച്ച് മനെ അടിച്ച് എന്താ പാടാ. പോയടാ. അടിച്ച് കുഴപ്പമില്ല. നമ്മുടെ സഞ്ചി കുറേ അങ്ങ് ദൂരെ ഒന്ന് സേഫാക്കിയിട്ട് നമുക്ക് ഗ്രിപ്പറ ഇടാം. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. വെയിലെ വെള്ളം കയറിയില്ലാതെ നമ്മുടെ ഫ്രോഗിൽ നിന്ന് ഊരിപ്പോയായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ തന്നെ കിട്ടി. കണ്ട ഡിപ്പറായിട്ടേക്കുവാ, അവിടെ കിടക്കട്ടെ. നമ്മൾ വല കുറച്ചങ്ങ് മാറി. അടുത്ത് കയറിട്ടുണ്ട്. പോവല്ലേ അറിയാം. വല അവിടെ ആയി പോയല്ലോടാ. ഒരെണ്ണപ്പെടുത്തി പിടിച്ചിട്ടേക്കും. അതാ അയ്യോ പോവല്ലേ. രണ്ടെണ്ണം ഞാൻ അത് കയ്യിൽ ഹോൾഡ് ചെയ്ത് നമ്മൾ വല വെച്ചേക്കണെടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അയ്യോ മതി, വീടല്ലേ.
അയ്യോ, ഇവിടെ കിടക്കുന്ന അവിടെ കിടക്കട്ടെ. ഈ ചൂണ്ടയിലുള്ളവനെ എടുത്തിടാം. ഓക്കെ, വലയിലിട്ട് അകത്ത് കാസ്റ്റിങ് ചെയ്യാം. അടുത്ത് കയറി സ്ഥലത്ത് കയറി വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ഓക്കെ, നല്ല ഒന്നാന്തരം നാടൻ വരല കേട്ടോ. നാടൻ വരല നമ്മുടെ മജീഷ് അവിടെ നിന്ന് എറിയുന്നുണ്ട്. അതുപോലെ തന്നെ അത് പാടത്തിൻ്റെ നടുക്ക. ആ, നമുക്ക് വലക്കാത്തിട്ടൊക്കെ ഒത്തിരി ഇവിടെ കിടന്ന് ബലം പിടിച്ചാൽ ചിലപ്പം ചാടിപ്പോവും. ഒരു അടിപൊളി വരാൽ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ സ്ട്രൈക്ക് കിട്ടിയില്ല. അതിൻ്റെ കോള് വന്ന് ക്യാമറ ഓഫായി. അവിടെ ഇട്ട് കളിപ്പിച്ചാൽ ചിലപ്പോൾ വിട്ടുപോകും. ഇങ്ങോട്ട് പാടാ ഓക്കെ. എന്നെ അടിക്കണേ നാടൻ വരല കേട്ടോ. അത് കണ്ട അത്യാവശ്യം നല്ല സൈസുള്ള വരാല. ഇത് സ്ട്രൈക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു കുഴപ്പമില്ല. നമ്മളത് റീലൊക്കെ നനയുക. ക്യാമറ ഓണായി കഴിഞ്ഞാൽ കോള് വരാൻ നേരത്ത് ക്യാമറ കട്ടായി പോവുക. അപ്പം നമുക്കത് കിട്ടിയില്ല. അത് ഇനി അടിച്ചു കഴിഞ്ഞാൽ ക്യാമറ നോക്കിയപ്പോഴാണ് ശ്രദ്ധിക്കണം. നീ മറ്റേ പ്രോ കിട്ടാ ഞാൻ തന്നത് ഏടാ ഫോളോ വന്നോണ്ടാ. അയ്യോ, ഇത്ര നേരത്ത് വന്ന് ഫോളോ വരും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. അതന്നെ വൃത്തികെട്ട് അടിക്കണം. അത് മോളിൽ കൂടി തെറിച്ച് ഇവിടെ വന്ന് വീണത്. അത് പോയി. തീരെ പറ്റേന്ന് പറഞ്ഞേ. ശേ, അടിച്ചടാ മാനെ. ഉണ്ട് ചെറുതും വലുതും എല്ലാം എടുത്തേക്കുക. ചെറുതാണല്ലോ അവൻ്റെ അടിയൊന്നും റെഡിയായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പാടത്തൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ കളയേണ്ട കാര്യമില്ലല്ലോ, കൊടുക്കും. അവിടെ ആക്ടിവിറ്റി കാണിച്ചാണ്ടാടാ. ആ, നിൻ്റെ ഫ്രോഗ് വീണാണ്. ഫ്രോഗ് നേരെയാക്കിയേക്കാം. അടുത്ത് എറിഞ്ഞേക്കാം. സമയം കളയണ്ട. അവൻ കയറി അങ്ങനെ വിട്ടു പോയാൽ ശരിയാകുമോ? നല്ല ഹുക്കാട്ടോ. അത് കാരണം എന്നാ കാണിച്ചെന്ന് പറയാനും പോയില്ല. അതുപോലെ തന്നെ നല്ല കിടിലും വരാലുമാണ്. അയ്യോ, ഞാൻ പോയി താഴെ. താഴെടാ, ഇവിടെ നോക്ക്.
നാടൻ വരാല കേട്ടോ, അതിൽ കിടക്കാച്ചി നാടൻ വരാല. ആരുടെ അടി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അടി. ഈ ഒരു അടി കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചൂണ്ടായിട്ട് നടക്കുന്നത്. ചൂണ്ടക്കാരൻ കടന്നു പോകുന്ന ഒരു വഴിയാണ് കേസ്. നമുക്ക് മാത്രം ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. അങ്ങനെയെങ്കിലും വിട്ടു പോണേ കേസ്. അങ്ങനെ വിട്ടു പോയല്ലോ. നമുക്ക് ഗ്രിപ്പറിലാക്കിയൊക്കെ പെട്ടെന്ന് മനയെ വജിക്കട്ടാ നോക്കട കിട്ടാ. ഒരെണ്ണം ചത്ത്. ചത്തതും ചെറുതും എല്ലാം ഞാൻ കൊണ്ടുപോകണം. എനിക്കിപ്പോൾ ഗതിയില്ലല്ലേ, ഞാൻ വെട്ടി കറി വെക്കാം. നമ്മളൊരു ഹെലികോപ്റ്റർ നമ്മളെ കണ്ടോ? കൊള്ളാല്ലേ? അടുത്ത അടിച്ചിട്ടുണ്ടായത് കൂട്ടുകൃഷി ചിരിക്കണ്. തിരിയണ്ട ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ എന്നാ കാണിച്ചാലും പോരാ. എന്താ കൃത്യം മൊത്തത്തിലാണ് കയറിയേക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കാസ്റ്റിംഗ് കഴിഞ്ഞായിരുന്നു കേട്ടോ. അത് നല്ലോണം മീനടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്തരീക്ഷമൊക്കെ മാറി ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കയറി നമുക്ക് മീനൊന്ന് കണ്ടേക്കാം. ഒരു വല നിറയെ മീനടിച്ചാൽ ഇപ്പം നാടൻ വരാലും ക്രോസ് വരാലും ഉണ്ട്, ഇതിൻ്റെ അകത്തുണ്ട്. അടുത്ത് കാണിച്ചോ. ഇഷ്ടം വരാലും നമുക്ക് അടിക്കണം. ഏകദേശം 2-3 നല്ല സൈസാണ്. നടമ്പറാലൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ കമ്പനിക്കാരുണ്ട്, ഒരു മജീഷുണ്ട്. അപ്പോൾ അവനെ ഇപ്പോൾ ക്യാമറ എടുക്കുന്നത്. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം.